ഹലോ അസ്സലാമു അലൈക്കും. ഈദ് മുബാരക്. തഖബ്ബലല്ലാഹു മിൻഹാ വമിൻകും. പെരുന്നാളായിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഞങ്ങളുടെ ലാസ്റ്റ് നോമ്പ് അവസാനിച്ചതും ഒരു ഗംഭീര നോമ്പ് തുറയിലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ആയിരുന്നു നോമ്പ് തുറ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പെരുന്നാൾ രാവും ഇവിടെ നിന്നാട്ടോ തുടങ്ങണത്. നോമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ കുഞ്ഞിപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമി വരും, അതുകൊണ്ട് 29-നോ 30-നോ നിങ്ങൾ ഇങ്ങോട്ട് നോമ്പ് തുറക്കാൻ വരണം. അങ്ങനെ അവസാനത്തെ നോമ്പ് തുറക്കാൻ സുമി എത്തി. വല്ലപ്പോഴുമാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ട് തീരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഇനി നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മൈലാഞ്ചിടലാണല്ലോ. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് സോമിനെ കൊണ്ട് തന്നെ ഞാൻ മൈലാഞ്ചി ഇടിപ്പിക്കാൻ പോവാണ്. പണ്ട് ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ ആളുകൾക്ക് ഒരു ദിവസം നമ്മൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സീൻ എന്താന്ന് വെച്ചാൽ ഇടാൻ ആൾക്കും പണ്ടത്തെ അത്ര ക്ഷമയില്ല. മാത്രല്ല അത്രയും നേരം ഇരുന്ന് കൊടുക്കാനുള്ള ക്ഷമ എനിക്കുമില്ല. അപ്പൊ സംഭവം എന്താന്ന് മനസ്സിലായില്ലേ? രണ്ടാക്കും ലേശം മടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയൊരു തീരുമാനത്തിലെത്തി. ഒരു ഡിസൈനൊക്കെ നോക്കി വെച്ചിട്ട് ഏകദേശം അതുപോലൊക്കെ മതി, പക്ക അതുപോലെ തന്നെ വേണ്ടാന്നുള്ളത്. അങ്ങനെ ഫോണിൽ നമ്മളൊരു സിമ്പിൾ ഡിസൈൻ കണ്ടുപിടിച്ച് അതിലും സിമ്പിളായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പൊ പെരുന്നാൾ രാവ് ഇവിടെ ആണെങ്കിലും പെരുന്നാൾ നമുക്ക് തിരിച്ച് കാലിക്കറ്റിലേക്ക് എത്തണം കേട്ടോ. നമ്മളുടെ ഹൈവേ അടിപൊളിയായതുകൊണ്ട് തന്നെ പോക്കുവരവ് കുറച്ച് ഈസി ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഗവൺമെന്റും പെരുന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെയും ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ്സും ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. പണ്ടൊക്കെ അജു ഇതുപോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവരും. അന്നേരം ഞാനത് മാറ്റിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അവൾക്ക് ഇട്ടുകൊടുക്കാറ്. അതുകൊണ്ട് അവളെ കയ്യിൽ ഇപ്പോൾ അവൾ തന്നെയാണ് ഡിസൈൻസ് ഇടാറ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കാണ്ടായിട്ടാണ് അവൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇടാൻ പഠിച്ചത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം അടുത്ത ദിവസത്തേക്കുള്ള എല്ലാവരുടെ ഡ്രസ്സും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ രാവിലെ അതിനൊരു ജഗപുകയായിരിക്കും. അപ്പം നമ്മളുടെ ഡ്രസ്സ് എടുക്കൽ പരിപാടി എന്ന് പറഞ്ഞാൽ നോമ്പിനൊന്നല്ല കേട്ടോ. നല്ല ഡ്രസ്സ് എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മൾ 3 പേർക്കും ഒരു 2-3 ഡ്രസ്സ് എടുക്കും. അതിലൊന്ന് നമ്മൾ പെരുന്നാളിന് വെയർ ചെയ്യും. അപ്പം നമ്മൾ എല്ലാവരും ഈദ്ഗാഹിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. നേരെ ഉമ്മൻ്റെ ഉപ്പൻ്റെ അടുത്ത് പോയിട്ട് അവരെയും കൂട്ടിയിട്ട് വേണം നമുക്ക് ഈദ്ഗാഹിലേക്ക് പോകാൻ. കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഞാനും റിസ്വാനയ്ക്കും ഇവിടെ ഇല്ലായിരുന്നു. നമ്മളൊരു നോമ്പ് അവസാനത്തെ 10 ആയപ്പം ഉംറക്ക് പോയതായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു ഈദ് എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ഈദായിരുന്നു അത്. പക്ഷേ ആ ഒരു ഈദ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. മസ്ജിദുൽ ഹറമിൽ അങ്ങനെ ഒരു ഈദ് കൂടാൻ പറ്റുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഉമ്മാനെയും ഉപ്പാനെയും പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഉമ്മ നമുക്ക് കുറച്ച് ഡേറ്റ്സും വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പെരുന്നാളിന് പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുന്നായിട്ട് ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം എന്നാണല്ലോ. അപ്പം നമ്മളുടെ ഈദ്ഗാഹ് കാരപ്പറമ്പ് മലബാർ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതുപോലെ വലിയൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ചെരുപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവർ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്വീറ്റ്സും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ ഈദ്ഗാഹിൽ ഇരിക്കുമ്പോഴാണല്ലോ ഇവരുടെ ഒരു മൈലാഞ്ചി ഷോ. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ഇവരെ ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മൈലാഞ്ചി കാണിച്ചു കൊടുക്കുകയും ഇവരെ അവരുടെ മൈലാഞ്ചിയൊക്കെ നോക്കുകയും പിന്നെ ആരായിട്ടെന്നത് എന്താണ് കഥ അങ്ങനത്തെ ഡിസ്കഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈദ് ആഘോഷിച്ചിട്ടുള്ളത് അബുദാബിയിൽ വെച്ചിട്ടാണ്. അവിടെ നമ്മൾ ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു കവർ നിറയെ എനിക്ക് ഗിഫ്റ്റ്സും സ്വീറ്റ്സും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടുമായിരുന്നു. എസ്പെഷ്യലി ചെറിയ കുട്ടികൾക്ക് അവരൊരുപാട് ഗിഫ്റ്റ്സും പിന്നെ മിഠായികളും അങ്ങനെ പല സാധനങ്ങളും കൊടുക്കും കേട്ടോ. ഇഷ്ടം പോലെ പെരുന്നാൾ പൈസയും കിട്ടുമായിരുന്നു. അതൊക്കെ വേറൊരു കാലം. പക്ഷെ ഇപ്പം നമ്മൾ ചെറിയ കുട്ടിയല്ലല്ലോ, അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇന്നലെ രാത്രി 2 മണി വരെ ഇവിടെ കുക്കിംഗ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് നമ്മളുടെ പായസവും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആയിരുന്നു. ഇത് സാബുദാനയും അതുപോലെ സേമിയൊക്കെ ആഡ് ചെയ്തിട്ട് ക്യാരറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ഉമ്മ ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയതാണ്. ഒരു വെറൈറ്റി പായസം, നല്ല അടിപൊളി പായസമായിരുന്നു. അപ്പം നമ്മളുടെ വീട്ടിൽ എല്ലാ ഇതിനും ഇവരൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നല്ല അടിപൊളി കണ്ണു വെച്ച പത്തിരിയും ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ നൈബേഴ്സും റിലേറ്റീവ്സും ഒക്കെ വരും കേട്ടോ. അവർക്ക് നമ്മൾ പായസം കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിൽ തന്നെ നമ്മളെല്ലായിടത്തും പോയി പായസം കുടിച്ച്
നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ നമ്മളും ഇറങ്ങി. എല്ലായിടത്തും നിന്ന് കയറി ഇറങ്ങിയിട്ട് വേണം ഉച്ചഭക്ഷണത്തിന് നമ്മൾ കോട്ടക്കിലേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ ഓരോ വീട്ടിലും നമുക്ക് ഓരോ വെറൈറ്റി പായസമാണ് ഉണ്ടാവാറ്. ഇവിടെ ആൻറ്റീൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും കുടിക്കാറ് ശർക്കര ഒഴിച്ചാൽ നല്ല അടിപൊളി പായസമാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കോട്ടക്കിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ഇനി വേറെ ലഞ്ചിൻ്റെ പരിപാടികളൊന്നുമില്ല. പെരുന്നാളിന് കുട്ടികൾക്ക് ഭയങ്കര ഹരമുള്ളൊരു കാര്യമാണല്ലോ ഈ പെരുന്നാൾ പൈസ ചോദിക്കല്. അവർക്ക് എത്ര എമൗണ്ട് കിട്ടിയെന്നുള്ളതിലല്ല കാര്യം, എത്ര നോട്ട് കിട്ടിയെന്നുള്ളതിലാണ് കാര്യമുള്ളത്. പിന്നെ 10, 20, 50, 100 അങ്ങനെ പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ടല്ലോ. അജുവിന് 100 രൂപ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, അസക്ക് 50 റുപ്പീസ്, അമ്രക്ക് 20 റുപ്പീസ്. അങ്ങനെ അമ്മായിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വേറൊരു വെറൈറ്റി പായസം കുടിച്ചു. അമ്മായി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ, ലഞ്ച് എവിടെ ഓർഡർ കൊടുത്താന്നാണ് പറഞ്ഞത്. അപ്പം ഇനി എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് നേരെ കോട്ടക്കിലേക്ക് പുറപ്പെടാൻ. എല്ലായിടത്തും പായസം അല്ല കേട്ടോ, ഇവിടെ ഞങ്ങൾക്ക് ചട്ടിപ്പത്തിരി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ അമ്മായി നല്ല അടിപൊളി പഴം നിറച്ചതും സമൂസയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ രണ്ടത്താണിയിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്നതിൻ്റെ മുന്നേ 2 മാമന്മാരുടെ വീട്ടിലും കൂടെ കയറാനുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബാക്കി 2 മാമന്മാരും ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നല്ല നാരങ്ങ വെള്ളവും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ച്. പിന്നെ ഈ ഒരു ഈദ് നമുക്ക് കുറച്ച് സ്പെഷ്യലാട്ടോ. ഈ ഒരു ഈദിന് നമ്മളെ ഫാമിലിയിൽ ഒരു പുതിയ മെമ്പറും കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. എനിക്കൊരു എൽഡർ സിസ്റ്ററും ഒരു എൽഡർ ബ്രദറുമാണ് ഉള്ളത്. ആ എൽഡർ സിസ്റ്ററിൻ്റെ മൂത്ത മോൾക്ക് ഒരു കുഞ്ഞി ബേബി ബോയ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിലും തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു നോമ്പിൻ്റെ അവസാനത്തെ കുറച്ച് ദിവസങ്ങളിൽ. ശരിക്കും ഈദാകുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഒരു രസമല്ലേ. അല്ലാത്ത ദിവസം നമ്മളെല്ലാവരും നമ്മളെ വീടിൻ്റെ അകത്ത് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കര തിരക്കിലാണല്ലോ ഉണ്ടാവാറ്. സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ രണ്ടത്താണിയിലേക്ക് പോവാണ്. അപ്പോഴാണ് ഖത്തറിന്ന് ഗുൽനാസ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഗുൽനാസുമായിട്ട് സംസാരിച്ച്. ഇന്ന് പെരുന്നാളായതുകൊണ്ടാണോ എന്നറിയില്ല, റോഡ് നല്ല ഫ്രീ ആയി കിടക്കുമായിരുന്നു. ഒരുപാടൊന്നും ലേറ്റ് ആവാണ്ട് തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ പെരുന്നാൾ മൂത്തമ്മൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. നമുക്കിവിടെ ഓരോ പെരുന്നാളും ഓരോ പ്രാവശ്യം ഓരോ വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരു വീട്ടിൽ വന്നാൽ തന്നെ കാണാൻ പറ്റും. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ ലേറ്റ് കമേഴ്സ് ആയിരുന്നു കേട്ടോ. ഇവരൊക്കെ ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ ഓരോരുത്തർ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും, അപ്പോഴാണ് നമ്മൾ കയറി വരാറ്. ഇപ്പം ഹൈവേ ഒക്കെ അടിപൊളി ആയതുകൊണ്ട് തന്നെ നമ്മളും ഓൺ ടൈമാണ്. ഇവിടെ നമുക്ക് നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ലഗോണ്ട് ചിക്കൻ ബിരിയാണി, പിന്നെ സാദാ ചോറ് ഇല്ലാണ്ട് നമുക്കൊരു പെരുന്നാളില്ല. അപ്പം സാദാ ചോറിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? ചോറ്, പുളിങ്കറി, ബീഫ് വരട്ടിയത്, ഉണക്കസ്രാവ് പൊരിച്ചത്, പയറുപ്പേരി, അവിയൽ, പപ്പടം, അച്ചാറ്, അതൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്താട്ടോ. ഈ ബിരിയാണി മാത്രമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ബിരിയാണിയും പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ട്. അങ്ങനെ സാദാ ചോറും അതിൻ്റെ ഓപ്ഷൻസും കണ്ടപ്പം എൻ്റെ മൈൻഡിനൊരു ചാഞ്ചാട്ടം. ഞാൻ അങ്ങനെ ഇരുന്നിട്ട് നല്ല സാദാ ചോറും അതിൻ്റെ കൂടെയുള്ള സാധനങ്ങളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇതാണ് കേട്ടോ മൂത്തമ്മ, എൻ്റെ ഉമ്മൻ്റെ മൂത്ത സിസ്റ്ററാണ്. മൂത്തപ്പൻ്റെ വീടാണിത്. അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നാറ്. ഉച്ചയ്ക്ക് ആർക്കും കിച്ചണിൽ കിടന്ന് തിരിഞ്ഞളിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പെരുന്നാൾ അടിപൊളിയായി. അപ്പോൾ നമ്മളുടെ ഈ ഒരു പെരുന്നാൾ വീഡിയോ ഒരുപാട് നീട്ടി വലിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു ചടങ്ങുണ്ട് കേട്ടോ, ഒരു ഫോട്ടോ സെഷൻ. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് ഫർ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. റെഡി 1 2 3 ഓക്കെ റെഡി